സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് എങ്ങനെ പിക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതിനു മുമ്പ് ഓപ്ഷണൽ സബ്ജക്റ്റിന് സിവിൽ സർവീസ് പരീക്ഷയിലുള്ള പ്രാധാന്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. മെയിൻസ് സ്റ്റേജിലാണ് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ പരീക്ഷ വരുന്നത്. മെയിൻസ് എന്ന് പറയുന്നത് 1750 മാർക്കിലാണ് പരീക്ഷ നടത്തുന്നത്. അതാണ് അതിൻ്റെ ടോട്ടൽ മാർക്ക്. അതിൽ 7 പേപ്പറുകളാണ് ഉള്ളത്. എല്ലാ പേപ്പറുകളും 250 മാർക്ക് വീതം. അതിൽ 2 പേപ്പറുകൾ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റേതാണ്. അതായത് 1750-ൽ 500 മാർക്ക് ഓപ്ഷണലിലുള്ളതാണ്. ഏകദേശം 28% വെയിറ്റേജ് മെയിൻ സ്റ്റേജിൽ ഓപ്ഷണലിനുണ്ട്. എന്നാൽ അതല്ല ശരിക്കും ഓപ്ഷണലിൻ്റെ പ്രാധാന്യം. UPSCയുടെ ഒരു മാർക്കിംഗ് സ്കീം, കഴിഞ്ഞ ഒരു 6-7 കൊല്ലത്തെ മെയിൻസിൻ്റെ മാർക്കിംഗ് സ്കീം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ജനറൽ സ്റ്റഡീസ് പേപ്പറിന് മാക്സിമം ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഒരു മാർക്ക്, എങ്ങനെ മെനക്കെട്ടിരുന്ന് പഠിച്ചാലും മാക്സിമം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാവുന്ന മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 120 മാർക്കൊക്കെയാണ്. എന്നാൽ ഓപ്ഷണൽ സബ്ജക്റ്റിന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് 150 മുതൽ 160 വരെ മാർക്ക് കിട്ടുന്ന ഒരു രീതിയുണ്ട്. അതായത് ജനറൽ സ്റ്റഡീസിന് വളരെ ടൈറ്റായിട്ട് സ്കോർ കൊടുക്കുകയും ഓപ്ഷണൽ പേപ്പറിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ലിബറലായിട്ട് സ്കോർ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി UPSCക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് ആയിരിക്കില്ല, കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പറിന് കിട്ടും. അതുതന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എന്തുകൊണ്ട് ഓപ്ഷനിൽ നല്ല രീതിയിൽ തീരുമാനിച്ചുറപ്പിച്ചെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കാരണം ഒരുപാട് കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഓപ്ഷണൽ തെറ്റായിട്ട് പിക്ക് ചെയ്യും. എന്നിട്ട് 1-2 മെയിൻസ് എക്സാം കഴിയുമ്പോൾ തങ്ങൾക്ക് പറ്റിയത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും വേറൊരു ഓപ്ഷനിൽ എടുക്കും. അങ്ങനെ ഒരുപാട് സമയം അവർ വേസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം, ഞാൻ ഈ ഓപ്ഷണൽ സബ്ജക്റ്റാണ് പിക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സബ്ജക്റ്റ് എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് UPSC നൽകുന്നത് 46 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ്. ഇതിൽ 22 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ പേപ്പറുകളാണ്. അതായത് ലാംഗ്വേജിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള പേപ്പറുകളുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ച് സയൻസ് സബ്ജക്റ്റുകളുടെ പേപ്പറുണ്ട്, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളുടേതുമുണ്ട്. ഫോർ എക്സാമ്പിൾ, സയൻസിൽ നിങ്ങൾക്ക് ആനിമൽ ഹസ്ബൻഡറി, അഗ്രികൾച്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബോട്ടണി തുടങ്ങിയ പേപ്പറുകളുള്ളപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ, ഹിസ്റ്ററി ഇതുപോലെയുള്ള സബ്ജക്റ്റുകളുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് സയൻസ് സബ്ജക്റ്റുകൾക്ക് എടുക്കാം, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ എടുക്കാം. എന്നിങ്ങനെയാണെങ്കിൽ പോലും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതുന്ന, സീരിയസ് ആയി തയ്യാറെടുക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കുന്നത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സയൻസ് സബ്ജക്റ്റുകൾ പൂർണ്ണമായിട്ട് സിലബസ് കവർ ചെയ്തെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നിങ്ങൾ 1 വർഷമോ 1.5 വർഷമോ ഇരുന്ന് പഠിക്കുമ്പോൾ ജനറൽ സ്റ്റഡീസിൻ്റെ സിലബസ് തന്നെ കവർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ സിലബസ് വളരെ വാസ്റ്റായിട്ടുള്ള, ടഫായിട്ടുള്ള, ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുള്ള, ഒരുപാട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സയൻസ് സബ്ജക്റ്റുകൾ എടുത്താൽ അത് ഗുലുമാലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, സിലബസ് ചെറുതായിട്ടുള്ള, ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള തിയറീസ് ഉള്ള ഈ പറയുന്ന സോഷ്യൽ സയൻസ് പേപ്പറുകൾക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളത്. സിവിൽ സർവീസ് പരീക്ഷയുടെ ഓപ്ഷണൽ പേപ്പറുകളുടെ പോപ്പുലാരിറ്റി കഴിഞ്ഞ 6 കൊല്ലത്തെ ഒരു ട്രെൻഡ് പരിശോധിച്ച് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. 2015-ൽ UPSCയുടെ റിപ്പോർട്ട് പ്രകാരം മെയിൻസ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളിൽ 23%-ലേറെ ആളുകൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് ജിയോഗ്രഫി. എന്നാൽ വർഷാവർഷം ജിയോഗ്രഫി എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഇന്ന് വളരെ പരിമിതമായ നമ്പറുകൾ മാത്രമേ മെയിൻസിൽ ജിയോഗ്രഫി ഓപ്ഷൻ എടുത്തിട്ട് പരീക്ഷ എഴുതുന്നുള്ളൂ. അതുതന്നെയാണ് ഹിസ്റ്ററിയുടെ അവസ്ഥയും. ഒരുപാട് പേര് എടുത്തുകൊണ്ടിരുന്ന ഒരു ഓപ്ഷനാണ് ഹിസ്റ്ററി. എന്നാൽ അതും പോപ്പുലാരിറ്റിയിൽ താഴ്ന്നു വന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഓപ്ഷനുകളുടെ സക്സസ് റേറ്റാണ്. UPSCയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം അതാത് ഓപ്ഷനിൽ നിന്ന് മെയിൻസ് എഴുതുന്ന ആളുകളിൽ എത്ര പേര് ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ പെർസെൻറ്റേജിനെയാണ് UPSC അതാത് ഓപ്ഷനുകളുടെ സക്സസ് റേറ്റ് ആയിട്ട് വിവക്ഷിക്കുന്നത്. ഈ സക്സസ് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സ്കോറിംഗ് പേപ്പറുകളായിട്ടുള്ള പല ഓപ്ഷനുകൾക്കും 10%-ലേറെയാണ് സക്സസ് റേറ്റ്. ഒരു ഡീസൻ്റ് ആയിട്ട് നല്ല മാർക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനിൽ 8%-ലൊക്കെ മുകളിൽ സക്സസ് റേറ്റ് വരാറുണ്ട്. എന്ന് വെച്ചാൽ മെയിൻസിന് ആ ഓപ്ഷൻ എടുത്ത് എഴുതുന്ന ആളുകളിൽ 8% പേര് ഫൈനൽ ലിസ്റ്റിൽ വരും. ഈ രീതിയിലാണ് സക്സസ് റേറ്റ് UPSC കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
എന്നാൽ ഹിസ്റ്ററി, ജിയോഗ്രഫി എന്ന് പറയുന്ന 2 ഓപ്ഷനുകളുടെ സക്സസ് റേറ്റ് ഏകദേശം ആവറേജ് 5%-6% ഒക്കെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും വളരെയധികം സ്കോറിംഗ് ആയിട്ടുള്ളൊരു പേപ്പറല്ല ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എന്ന് ഈ റിപ്പോർട്ട് പ്രകാരം. പക്ഷേ അതേ സമയത്ത് വേറെ ചില ഓപ്ഷനുകളുമുണ്ട്. ഉദാഹരണത്തിന് ആന്ത്രപ്പോളജി, അതോടൊപ്പം തന്നെ സൈക്കോളജി, മെഡിക്കൽ സയൻസ്, എക്കണോമിക്സ്, അതോടൊപ്പം തന്നെ PSIR, ഇതുപോലെയുള്ള പല ഓപ്ഷനുകളും. അതുപോലെ തന്നെ ഒരുപാട് സക്സസ് റേറ്റ് ഉള്ള ഒരു ഓപ്ഷനാണ് മലയാളം ലിറ്ററേച്ചർ. ഈ ഓപ്ഷനുകൾക്കെല്ലാം സക്സസ് റേറ്റ് കഴിഞ്ഞ 6 കൊല്ലത്തെ ഡാറ്റ പരിശോധിക്കുമ്പോൾ സക്സസ് റേറ്റ് 10-ന് മുകളിലാണ്. പലതിൻ്റേതും എല്ലാത്തിൻ്റേതും 8-ന് മുകളിലാണ്, 8% മുകളിലാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷനുകൾ നമുക്ക് സ്കോറിംഗ് വൈസ് വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നവയാണ്. ഇനി ഈ പറയുന്ന ഒരു സ്കോറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷനിൽ പിക്ക് ചെയ്യുന്നതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല നിങ്ങൾ ഓപ്ഷനിൽ പിക്ക് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ. ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ആ ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്കൊരു താല്പര്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബേർഡനായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തോന്നും. കാരണം ഈ ഓപ്ഷണൽ പേപ്പർ നിങ്ങൾ 1-1.5 കൊല്ലമോ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു താല്പര്യമില്ല, നിങ്ങൾക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷനിൽ ഒരിക്കലും പിക്ക് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അതിന് ഞാൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു വഴി, നിങ്ങൾ ആ ഓപ്ഷണൽ പേപ്പറിൻ്റെ സിലബസ് എടുത്തിട്ട് അതിലെ ഏതെങ്കിലും ഒരു യൂണിറ്റിലെ കുറച്ച് ഭാഗം ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു നോക്കുക ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് ടോപ്പേഴ്സ് സംസാരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എന്താണെന്നും അതിൽ എത്രമാത്രം പഠിക്കാനുണ്ടെന്നും ഒക്കെയുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിവിൽ സർവീസ് പരീക്ഷയുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഓപ്ഷണലിൻ്റെ സിലബസിൻ്റെ വാസ്റ്റ്നെസ്സാണ്. ചില ഓപ്ഷണൽ പേപ്പറുകളുടെ സിലബസ് വളരെ വാസ്റ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിൽ തന്നെ നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുണ്ടാവും, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കാനുണ്ടാവും, പൊളിറ്റിക്കൽ തിയറി പഠിക്കാനുണ്ടാവും, ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കാനുണ്ടാവും. കുറച്ച് വാസ്റ്റായിട്ടുള്ള സിലബസ് തന്നെയാണ്. അങ്ങനെ വാസ്റ്റായിട്ടുള്ള സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സമയം നിങ്ങൾ ആ ഓപ്ഷണൽ സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാർ സ്പെൻഡ് ചെയ്യേണ്ടി വരും കമ്പയർഡ് ടു അതർ ഓപ്ഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ചില ഓപ്ഷനുകൾക്കുണ്ട്. വാസ്റ്റായിട്ടുള്ള സിലബസുള്ള ഓപ്ഷനുകളാണ് ജിയോഗ്രഫിയും അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയും ഒക്കെ. എന്നാൽ ചില ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെ സിലബസ് വളരെ ചെറുതാണ്. അതിൽ ഒരു ഉദാഹരണം പറയാവുന്നത് മലയാളം ലിറ്ററേച്ചറാണ്. വളരെ ചുരുങ്ങിയ ഒരു സിലബസാണ് മലയാളം ലിറ്ററേച്ചറിനുള്ളത്. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി ഈ ഓപ്ഷണൽ സിലബസിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മിക്ക ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെയും 2 പേപ്പറുകൾ എഴുതാനുള്ളതിൽ ഒന്നാമത്തെ പേപ്പറിലെ പല ടോപ്പിക്കുകൾ രണ്ടാമത്തെ പേപ്പറുകളുമായിട്ട് ഓവർലാപ്പിംഗ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററിയാണ് ഒന്നാമത്തെ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഈ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് ചിലപ്പം അതിൻ്റെ വേറൊരു യൂണിറ്റിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പേപ്പറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. അതുതന്നെയാണ് പലപ്പോഴും സോഷ്യോളജിയിലും വരിക. ഒന്നാമത്തെ പേപ്പറിൽ പഠിക്കുന്ന പല കാര്യങ്ങളും കാസ്റ്റിനെ കുറിച്ചിട്ടുള്ള തിയറീസ് ആയിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും രണ്ടാമത്തെ പേപ്പറിൽ വരിക. അപ്പം ഈ രീതിയിൽ ഉദാഹരണം മെഡിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഒന്നാമത്തെ പേപ്പറിൽ ഉണ്ടാവുക, അതിൻ്റെ കുറേ ആപ്ലിക്കേഷൻ ആയിരിക്കും രണ്ടാമത്തെ പേപ്പറിലേക്ക് വരിക. അപ്പം ഈ രീതിയിൽ ചില ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെ സിലബസ് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും സിലബസ് ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഓപ്ഷനുകളും വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒരു ഭാഗത്ത് ഒരു പേപ്പറിൽ ഉണ്ടാകുന്ന അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മറ്റേ പേപ്പറിൽ വേറൊരു ഭാഗത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസ് പഠിക്കുമ്പോൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി 4ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സും ഗൈഡൻസും അവൈലബിൾ ആണോ എന്നുള്ളത്. ഓപ്ഷണൽ സബ്ജക്റ്റിന് ഏകദേശം UPSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം ഹോണേഴ്സ് ലെവലിലുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിഗ്രി ലെവലിലുള്ള ചോദ്യമായിരിക്കില്ല, അതിൽ കൂടിയ ടഫ്നെസ് ഉണ്ടാവും. പക്ഷേ അതേസമയം ഒരു മാസ്റ്റേഴ്സ് ലെവലിലുള്ള ചോദ്യങ്ങളും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സാമാന്യമായിട്ട് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തന്നെ ഇരുന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു ഓപ്ഷനിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നും എത്രമാത്രം പഠിക്കണമെന്നുമുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്.
അപ്പം അതിനു വേണ്ടിയിട്ട് കോച്ചിങ്ങിന് പോകാൻ നിങ്ങൾക്ക് കോച്ചിങ് പലതും പല ഓപ്ഷനുകളുടെയും 4 മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് കൊണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസ് പല ഓപ്ഷനുകളുടെയും തീരാറുണ്ട്. അത് നല്ലൊരു മെത്തേഡാണ്. അങ്ങനെ ഒരു കോച്ചിങ് ഫെസിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നല്ല റിസോഴ്സസ് വായിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു സയൻസ് സബ്ജക്റ്റുകളോ മറ്റോ എടുക്കുന്നെങ്കിൽ അതിലെന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സീനിയറോ ഉണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കാം. അഞ്ചാമതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് എത്രമാത്രം ജനറൽ സ്റ്റഡീസ് സിലബസുമായിട്ട് എൻ്റെ ഓപ്ഷണലിന് ഓവർലാപ്പിംഗ് വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ സിലബസ് വളരെ വാസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ PSIR അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ എടുക്കുന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? കാരണം ഈ PSIRലെ സിലബസിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 അല്ലെങ്കിൽ പേപ്പർ 4 ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫിലോസഫി ഓപ്ഷൻ എടുക്കുക. ഫിലോസഫി ഓപ്ഷനിൽ പഠിക്കുന്ന ആളുകൾ എത്തിക്സും കുറച്ച് തിയറീസും ഒക്കെ പഠിക്കുന്നുണ്ടാവും, ഫിലോസഫി ബേസ്ഡ് ആയിട്ടുള്ള. ഇത് പലതും എവിടെ ഉപകാരപ്പെടും? എത്തിക്സ് പേപ്പർ ജനറൽ സ്റ്റഡീസിൽ ഉപകാരപ്പെടും. ഇതേപോലെ തന്നെ ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ ഓപ്ഷനിൽ എടുക്കുന്ന ആളുകൾക്ക് സിവിൽ സർവീസ് മെയിൻസ് എക്സാമിലേക്കും പ്രിലിംസ് എക്സാമിലൊക്കെ വരുമ്പോൾ അവർ ഓപ്ഷനിൽ പഠിക്കുന്ന പല കാര്യങ്ങളും GSനും പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസിനും കൂടെ ഉപകാരപ്രദമാവും. അപ്പം ഈ രീതിയിൽ ഈ പ്രത്യേകത ചില ഓപ്ഷനുകൾക്കുണ്ട്. അതിനുദാഹരണമാണ് PSIRും ഫിലോസഫിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ. അപ്പം ഓപ്ഷണൽ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾ ഈ ഒരു ഫാക്ടറൂടെ പൊതുവിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഓപ്ഷണൽ സബ്ജക്റ്റ് പിക്ക് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ആറാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് പ്രയർ നോളജ് ഉണ്ടോ, എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് BSc മാത്സ് അല്ലെങ്കിൽ MSc മാത്സ് നല്ല രീതിയിൽ പഠിച്ച ഒരു കുട്ടിക്ക് നിങ്ങൾ ആ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് പിക്ക് ചെയ്യാം. കാരണം നിങ്ങൾക്കതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഓൾറെഡി. അതേസമയം ഹിസ്റ്ററി പഠിച്ച ഒരാൾക്ക് ഡിഗ്രി പഠിച്ച് ഹിസ്റ്ററി പഠിച്ച ഒരാൾ നിങ്ങൾക്ക് സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി ഒരു ഓപ്ഷനായിട്ട് കുറച്ചും കൂടെ ധൈര്യപൂർവ്വം എടുക്കാം. കാരണം നിങ്ങൾക്ക് അതിനകത്തൊരു എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ട്. ആ എക്സിസ്റ്റിംഗ് നോളജിനെ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, നിങ്ങൾ ഡിഗ്രിക്ക് ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്തു, നിങ്ങളൊരു ആവറേജ് പെർഫോമർ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ഡിഗ്രിക്ക് ആ സബ്ജക്റ്റ് വളരെ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ആ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കാഡമിക്കലി നിങ്ങൾ ഡിഗ്രിക്കോ മാസ്റ്റേഴ്സിനോ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിച്ചു, നല്ല രീതിയിൽ അക്കാഡമിക്കലി പെർഫോം ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് തന്നെ ധൈര്യപൂർവ്വം പിക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രീവിയസ് നോളജ് നിങ്ങൾക്കൊരു ഹിൻഡ്രൻസ് ആയിട്ടും വരാം. പലപ്പോഴും യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല സിവിൽ സർവീസ് പരീക്ഷയുടെ ഓപ്ഷണൽ സബ്ജക്റ്റുകൾക്കുള്ളത്. കാരണം കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കാനും അത് വളരെ പോയിൻറ്റഡ് ആയിട്ടും ടാർഗറ്റഡ് ആയിട്ടും എഴുതാനുമുള്ള കഴിവാണ് വേണ്ടത്. പല ഓപ്ഷണൽ പേപ്പറും പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഓപ്ഷനുകളുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് പരമാവധി പോയിൻ്റ് എഴുതുമ്പോഴാണ് മാർക്ക് കിട്ടുക. പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ വിശദമായിട്ട് എഴുതുമ്പോഴാണ് മാർക്ക് കിട്ടുക. അപ്പോൾ മാർക്കിംഗ് സ്കീം സിവിൽ സർവീസിൻ്റെ ഓപ്ഷണൽ പേപ്പറിൻ്റെ ഇവാലുവേഷനിലും യൂണിവേഴ്സിറ്റി ലെവൽ ഇവാലുവേഷനിലും വ്യത്യാസങ്ങളുണ്ടാവും. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ സിവിൽ സർവീസ് ഓപ്ഷണൽ നിങ്ങളുടെ ഡിഗ്രി ടോപ്പിക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ 2 ഫാക്ടറും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. സിവിൽ സർവീസ് പരീക്ഷയുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് പിക്ക് ചെയ്യാനുള്ള ഒരു മെട്രിക്സ് ആണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സ്കോറിംഗ് പൊട്ടൻഷ്യലാണ്. രണ്ടാമത് നിങ്ങൾ ആ സബ്ജക്റ്റിനോട് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. മൂന്നാമതായിട്ട് സിലബസിൻ്റെ വാസ്റ്റ്നെസ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. നാലാമതായിട്ട് എത്രമാത്രം റിസോഴ്സസ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഗൈഡൻസ് നിങ്ങൾക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത്, നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പറുകളുമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റിന് എത്രമാത്രം ഓവർലാപ്പിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അവസാനമായിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജ് നിങ്ങളുടെ ഓപ്ഷണൽ പ്രിപ്പറേഷനെ സഹായിക്കുമോ എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ചില ഓപ്ഷണലുകൾ ഈ ക്രൈറ്റീരിയ ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നില്ല എന്നിരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ മലയാളം ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരാൾക്ക് ജനറൽ സ്റ്റഡീസിന് എന്തുണ്ടാവില്ല, അധികം ഉപകാരം ഉണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് മലയാളം ലിറ്ററേച്ചർ എടുക്കുന്ന ഒരാൾക്ക് സിലബസ് ചെറുതാവും. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ, അതിൻ്റെ സിലബസ് കുറച്ച് വാസ്റ്റാണ്. പക്ഷേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പറുമായിട്ടുള്ള ഓവർലാപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പേപ്പർ ഒരു സ്ഥലത്ത് അത്ര ഉപകാരപ്പെടുന്നില്ല എങ്കിലും വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ അത് വളരെ ഉപകാരപ്രദമാണ്.
അപ്പോൾ ഈ രീതിയിൽ തട്ടിച്ച് നോക്കി ഒരു അനാലിസിസ് ചെയ്തിട്ട് വേണം ഒരു ഓപ്ഷണൽ പേപ്പർ നിങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഈ 6 ഫാക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഫാക്ടർ ഇൻട്രസ്റ്റ് തന്നെയാണ്. ആ സബ്ജക്റ്റ് നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഓപ്ഷണൽ സബ്ജക്റ്റ് അവസാനമായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു തന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗൗരവകരമായിട്ട് നിങ്ങൾ കാണേണ്ടത് ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണെന്നും പറഞ്ഞു. ഇനി ഈ പ്രോസസ്സിനെ എയ്ഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ ഓപ്ഷണൽ പിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്തിട്ടുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. ഈ ഓപ്ഷണൽ സബ്ജക്റ്റിൽ എന്ത് പഠിക്കണം, എത്രമാത്രം പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ജിയോഗ്രഫി പോലെയുള്ളൊരു ഓപ്ഷനിൽ സാമാന്യം കുഴപ്പമില്ലാണ്ട് മാപ്പ് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. സുവോളജി ഓപ്ഷൻ എടുത്ത ആളുകൾക്ക് നല്ല രീതിയിൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ ഓപ്ഷണൽ പേപ്പറിന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ഒന്ന് വിളിക്കുക, സംസാരിക്കുക, ഒന്ന് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ട് ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതായി, ആ പേടി അകറ്റാൻ അവരോടുള്ള സംസാരം നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ആ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ആ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ എടുത്തിട്ട് കുറച്ചൊന്ന് നിങ്ങൾ തന്നെ സെൽഫ് എഫേർട്ട് ഇട്ടിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനും ഒന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. അങ്ങനെ ഓപ്ഷണൽ സബ്ജക്റ്റ് പിക്ക് ചെയ്ത് അതിൻ്റെ റിസോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഗൈഡൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ മെല്ലെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് പിക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കും എനിക്ക് അനുയോജ്യമെന്ന് ചിന്തിക്കാൻ തുടങ്ങണം. അങ്ങനെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തുടങ്ങുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഡിഗ്രി 3rd ഇയറിലോ 2nd ഇയറിലോ ആണെങ്കിൽ ഇതാണ് റൈറ്റ് ടൈം. അതായത് നിങ്ങൾക്ക് കോളേജിൽ തന്നെ ഈ പറയുന്ന ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ജനറൽ സ്റ്റഡീസ് പേപ്പർ കുറച്ച് ഡൈനാമിക്കാണ്. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് 1 കൊല്ലം മുമ്പ് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചാലും മതി. പക്ഷേ ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെ സിലബസും അതിലെ ചോദ്യങ്ങളും ഒട്ടുമിക്ക ചോദ്യങ്ങളും സ്റ്റാറ്റിക്കാണ്. അതിൻ്റെ തിയറിയൊക്കെ ഓൾറെഡി ഫോംഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കുന്നതും കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന ആ ഒരു വർഷം നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസിലെ ക്ലാസ്സുകൾ ബുദ്ധിമുട്ടില്ലാതെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒരിക്കലും വല്ലാതെ അങ്ങ് പാക്ഡ് ആയി പോവില്ല. നിങ്ങൾക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ പഠിക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഓപ്ഷണലിനെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങണം. ഇതാണ് ഈ മെസ്സേജിൽ നിന്ന് എനിക്ക് പ്രധാനമായിട്ടും തരാനുള്ള ടേക്ക് അവേ. ഇനി നമ്മുടെ ലീഡ് IASലുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ. ലീഡ് IAS പ്രധാനമായിട്ടും സക്സസ് റേറ്റ് ആവറേജ് 8% മേലെയുള്ള ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 7 ഓപ്ഷണൽ പേപ്പറുകളാണ് കൊടുക്കുന്നത്. അത് ഏതൊക്കെ ഓപ്ഷനുകളാണെന്നും ആ ഓപ്ഷനുകളുടെ പ്രത്യേകത എന്തെല്ലാമാണെന്നും അതിൻ്റെ സക്സസ് റേറ്റ് എന്താണ്, എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഓപ്ഷനുകളും അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഒരടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.